പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽപ്പെട്ട കിള്ളിക്കുറിശിമംഗലം എന്ന വള്ളുവനാടൻ ഗ്രാമം. ഞാറ്റുപാട്ടുകൾ ഏറ്റുപാടുന്ന സമൃദ്ധമായ നെൽപ്പാടുകൾ, കിരീടവും ചെങ്കോലും സമ്മാനിച്ച പഴയ ഓർമ്മകളുമായി അങ്ങിങ്ങായി നിലകൊള്ളുന്ന ചുമടുതാങ്ങികൾ, ഇടവഴികൾക്ക് തണലേകുന്ന വൻമരങ്ങൾ, പഴങ്കഥകൾ പറയാൻ വെമ്പൽ കൊള്ളുന്ന മേച്ചിൽശാലകൾ. ഈ ഗ്രാമത്തിന്റെ തിലകക്കുടിയായി പൗരാണികതയുടെ ഒളിമങ്ങാത്ത തിരുശേഷിപ്പുമായി നിലകൊള്ളുന്നു കിള്ളിക്കുറിശിമംഗലം ശിവക്ഷേത്രം. അരിയിട്ട് വാഴ്ചയുടെ ആരവങ്ങളുടെ അരയൊലികൾ അടക്കി പിടിച്ച ആൽത്തറകൾ, പാടൻപാട്ടുകളുടെ പാടിപ്പതിഞ്ഞ പല്ലവികൾ പാടാൻ പൂതിയുള്ള പൂമരങ്ങൾ. സമയം സായം സന്ധ്യ. പടിഞ്ഞാറെ പടികളിറങ്ങി ഉറങ്ങുവാൻ പകലോൻ പടിഞ്ഞാറെ ചരുവിൽ പടികളിറങ്ങി ഉറങ്ങുവാൻ. കാലത്തിന്റെ വേഗപ്പാച്ചിലിൽ കഥാപ്രസംഗം അന്യം നിന്നു പോകുമെന്നും പോയെന്നും സംശയിക്കുന്നവർക്കിടയിൽ വേദിയിൽ ഇപ്പോഴും സജീവമായി ഒട്ടേറെ പ്രശസ്തരായ കാഥികർ കഥ പറയുന്നുണ്ട്. അവരിലൊരാളാണ് വിനോദ് ചമ്പക്കര. കറുകച്ചാൽ സ്വദേശി. 42 വർഷമായി അദ്ദേഹം കഥ പറയുന്നു. നിർത്താതെ 30 കഥകൾ, 4600-ലധികം വേദികൾ. കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം, വി സാംബശിവൻ സ്മാരക കാഥിക പ്രതിഭ, കെടാമംഗലം സ്മാരക കാഥിക പുരസ്കാരം ഉൾപ്പെടെ 19 അവാർഡുകൾ ലഭിച്ചു. കഥാപ്രസംഗ കല ശതാബ്ദി നിറവിലെത്തി നിൽക്കുമ്പോൾ അതിൽ 4 പതിറ്റാണ്ട് വിനോദ് ചമ്പക്കരയെ കൂടി ചേർത്ത് വായിക്കണം. 100-ാം വർഷം ആഘോഷിക്കുമ്പോൾ കഥാപ്രസംഗത്തിൻ്റെ ശതാബ്ദി വർഷത്തിലും നമുക്കുള്ള ഒരു പ്രശ്നം പുത്തൻ തലമുറ ഇത് വേണ്ടത്ര ഗൗരവത്തോടെ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ളത്, ഈ കഥാപ്രസംഗ കല വളരെ ഗൗരവത്തോടെ വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സമൂഹത്തിൽ ഒരുപക്ഷെ നവോത്ഥാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അതിന് ഇന്ധനം പകർന്നത് കഥാപ്രസംഗം എന്ന കലയാണ്. അതുപോലെ മത്സരിക്കുന്ന മലയാളത്തെ പരിപോഷിപ്പിക്കുന്ന മറ്റേത് കലയാണുള്ളത്. ഭാഷയുടെ സഹജമായ സിദ്ധിവിശേഷങ്ങളിലൊന്ന് അതിൻ്റെ ഉച്ചാരണശുദ്ധി തന്നെയാണ്. ആ ഉച്ചാരണശുദ്ധി നിലനിർത്തിക്കൊണ്ടുപോകുന്നത് കഥാപ്രസംഗ സമൂഹവും കാഥിക സമൂഹവുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന അവതാരകരുടെയൊക്കെ മംഗ്ലീഷ് കേട്ട് വളരുന്ന തലമുറയ്ക്ക് ശുദ്ധമായ മലയാള ഭാഷ പറയാൻ കഴിയുന്നില്ല എന്നത് വലിയ അപജയമാണ്. അപ്പോൾ മലയാള ഭാഷ എന്താണെന്ന് പഠിക്കാനും ഇൻ്റർവ്യൂവിലും ഒക്കെ പങ്കെടുക്കാനും ഒരു വ്യക്തിത്വ സവിശേഷതയ്ക്കും അതിൻ്റെ വികാസത്തിനും ഒക്കെ കഥാപ്രസംഗകല പഠിക്കേണ്ടത് ആവശ്യമാണ്. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ സ്കൂളുകളിൽ നല്ല ബോധവൽക്കരണ കഥകൾ കുട്ടികൾക്ക് വേണ്ടി പറയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഒരുപക്ഷെ സ്കൂളിൽ സിലബസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കഥാപ്രസംഗം ഉൾപ്പെടുത്തണം എന്നതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. പുതിയ തലമുറ ഈ ജനകീയ കലാരൂപം ഏറ്റെടുക്കുന്നില്ലെന്ന ദുഃഖമുണ്ടെങ്കിലും മക്കൾ ദേവി കൃഷ്ണയെയും കൃഷ്ണേന്ദുവിനെയും കഥാപ്രസംഗ രംഗത്തേക്ക് കൈപിടിച്ചു നടത്തി. കൃഷ്ണേന്ദു ഈ രംഗത്ത് വളർന്നുവരുന്ന പ്രതിഭയാണ്. മലയാളത്തിന്റെ മണിക്കിരീടത്തിൽ ചൂടാമണി ചാർത്തിച്ച കവിത്രയങ്ങളിൽ ഉജ്ജ്വല ശബ്ദാട്ടിനെന്ന് പുകൾപ്പെട്ട കവി സാർവഭൗമനും പണ്ഡിത വരേണ്യനുമായ മഹാകവി ഉള്ളൂരിന്റെ ഈടുറ്റ തൂലികത്തുമ്പിലൂടെ ഊർന്നു വീണ മനോഹാരിണിയായ മൃണാളിനി. സംഗീത നാടക അക്കാദമിയുടെ എല്ലാ കഥാപ്രസംഗ മഹോത്സവങ്ങളിലും കഥകൾ അവതരിപ്പിച്ചിട്ടുള്ള വിനോദ് ചമ്പക്കര കഴിഞ്ഞ 35 വർഷമായി ആകാശവാണി ആർട്ടിസ്റ്റാണ്. TV സീരിയൽ, നാടക നടൻ, സ്റ്റേജ് അവതാരകൻ, പ്രഭാഷകൻ, പുരോഗമന കഥാപ്രസംഗ കലാസംഘടനയുടെ സംസ്ഥാന ട്രഷറർ എന്നീ നിലകളിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നു. കേരള പോലീസിൽ മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറായി സർവീസിൽ നിന്നും 2 വർഷം മുൻപ് വിരമിച്ചു. ഇപ്പോൾ മുഴുവൻ സമയവും കഥാപ്രസംഗ രംഗത്ത് സജീവം.